ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ പുതുവർഷ ഫലത്തിലേക്ക് വരികയാണ്. അതായത് ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങമാസം പിറക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് അറിയാം, വ്യാഴം മാറി, അതുപോലെ തന്നെ കുറേ ചേഞ്ചുകൾ വന്നു. അപ്പോൾ ഈ ചേഞ്ചുകൾ എങ്ങനെയാണ് നമ്മളെ ബാധിച്ചു എന്ന് നോക്കാം. ഈ പുതുവർഷം നമുക്കിനി, കാരണം ലോകത്തോടെ എല്ലാവരും ഈ യുദ്ധഭീഷണിയും പിന്നെ മൊത്തത്തിലുള്ള ഒരു ടെൻഷനുകളുമായിട്ടൊക്കെ ജീവിക്കുന്നൊരു കാലമാണ്. ഇത് വ്യാഴമാറ്റത്തോടെ കുറച്ചൊരു മാറ്റം വന്നതായിരുന്നു, വീണ്ടും പഴയ അവസ്ഥകളിലേക്ക് പോയി. അപ്പോൾ നമുക്കൊരു ചേഞ്ച് വരുമോ എന്നാണ് നമുക്ക് ഈ പുതുവർഷത്തിൽ നോക്കേണ്ടത്. അശ്വതി നക്ഷത്രം, ഭരണി, കാർത്തികയുടെ 1-ാം പാദം വരുന്ന മേടക്കൂറ്, അതായത് പ്രത്യേകിച്ച് അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7.5 ശനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 7.5 ശനി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ശനിദോഷ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ പുതിയ വലിയ പദ്ധതികളൊന്നും ആവിഷ്കരിക്കരുത്. ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജോലിയിലായിരുന്നാലും നിലവിലുള്ള ജോലി ആരും ഉപേക്ഷിക്കരുത്. ജോലിയിൽ ഇരുന്നു കൊണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുക എന്ന് പറയാൻ കാരണം, വ്യാഴം ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടേ ഉള്ളൂ, ഒരു 4-ലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ വ്യാഴം ഇനി ഈ വരുന്ന ഒക്ടോബർ 31 വീണ്ടും വ്യാഴം 5-ലേക്ക് വരും. അപ്പോൾ ഈ നവംബർ തൊട്ട് അങ്ങോട്ടുള്ള ഒരു 5 മാസം നിങ്ങൾക്ക് നല്ലതായിരിക്കും അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സമയം നല്ലതാണ്, അല്ലെങ്കിൽ ജോലി മാറ്റത്തിന് ശ്രമിക്കാം. പുതിയ പുതിയ പദ്ധതികൾ ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും മുന്നോട്ട് വയ്ക്കാം. വീട് മാറാനോ പുതിയ വീട് വയ്ക്കാനോ വാങ്ങാനോ സമയം നല്ലതാണ്. നിലവിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ അവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ജീവിതത്തിലൊരു മാറ്റമൊക്കെ കിട്ടാൻ ഈ സമയം നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ മാറ്റം വരുന്നത് വരെയും, അതായത് നവംബർ വരെ, ഈ വർഷം പുതുവർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം കർക്കിടകം വരെയുള്ള ഫലമാണ്, ഒരു വർഷമാണ്. അതിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ ഒരു നവംബർ മാസം വരെയും നിലവിലുള്ള അവസ്ഥയിൽ പോവുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയും നമ്മുടെ ഒരു ജാഗ്രതയും പുലർത്തണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊന്നും പോയി പെടരുത്. നമ്മുടെ സഹായികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ വളരെയധികം ജാഗ്രതയോടെ വാച്ച് ചെയ്യേണ്ട ഒരു കാലമാണ്. എന്നാൽ കാർത്തികയുടെ 1-ാം പാദം കഴിഞ്ഞുള്ള 2, 3, 4 പാദം വരുന്ന 3/4 പങ്കും വരുന്ന ഇടവക്കൂറ്, അതായത് കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് സമയം കുറച്ചുകൂടി നല്ലതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ നിലവിൽ 7.5 ശനി തുടങ്ങിയിട്ടില്ല. നിലവിൽ അവർക്ക് ശനി 11-ലായതുകൊണ്ട് ശനിദോഷമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മത്തിൽ, ജോലിയിൽ മാറ്റത്തിന് ശ്രമിക്കാം. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അവർക്ക് ഗുണം വരും. ധനപരമായിട്ട് ഇപ്പോൾ പുതിയ പദ്ധതികളൊന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം 3-ലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്ലാനിങ് മാത്രം നടത്തുക. ഏകദേശം നവംബർ മുതൽ അങ്ങോട്ട് ഗുണം ചെയ്യും. നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർവികമായ സ്വത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന ധനം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോൺട്രാക്റ്റ് വർക്കിൻ്റെയോ അല്ലാത്ത മറ്റു രീതിയിലോ സർക്കാരിൽ നിന്നോ ഒക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പീരീഡിൽ, അതായത് നവംബർ മുതൽ അങ്ങോട്ടുള്ള പീരീഡിൽ നമുക്ക് ഭാവിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗുണപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. ആ അവസരം ഉപയോഗിക്കണം. സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ആലോചിക്കുന്നവർക്കൊക്കെ അത് നടപ്പിലാക്കിയെടുക്കാൻ കഴിയും. ഇതൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ നിലവിൽ വാഹനം മാറാനോ പുതിയ വാഹനങ്ങൾ വാങ്ങാനോ ശ്രമിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഹിതമല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർവഴി അല്ലാത്ത ചില സൗഹൃദങ്ങളോ ചില ബന്ധങ്ങളോ ചില ഇടപാടുകൾക്കോ ഒക്കെ നമ്മൾ ഇടപെടേണ്ടി വരാം. അവിടെയെല്ലാം ജാഗ്രത പുലർത്തണം. മറ്റൊന്ന്, ഇത് എടുത്തു പറയാൻ കാരണം, നമ്മൾ ഈ സർക്കാർ ജോലിയിലോ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളുള്ളവർ
ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചുമതലകൾ ആരെയും ഏൽപ്പിക്കാതെയും ഇരിക്കുക. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ ജാഗ്രത പുലർത്തി മാത്രം ആരോഗ്യം നമ്മുടെ പേഴ്സണൽ ലൈഫൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മളിപ്പോൾ കാർത്തിക, രോഹിണി നക്ഷത്രക്കാരുടെ പറഞ്ഞു. അവർക്കെല്ലാം വലിയൊരു മാറ്റവും ഗുണവും നവംബർ കഴിയുമ്പോൾ വരണം. എന്നാൽ മകയിരത്തിൻ്റെ അവസാന പാദം, അതായത് 3-4 പാദം, മകയിരം, തിരുവാതിര, പുണർദത്തിൻ്റെ 3/4 പങ്കും വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് സമയം നല്ലതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചനായിട്ട് വ്യാഴം 2-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നിലവിൽ ഉണ്ടായിരുന്ന കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനപരമായിട്ട് പുഷ്ടി വന്നു തുടങ്ങും. ഒരുപാട് സഹായ ഹസ്തങ്ങൾ പല വഴിയിൽ വരും. പുതിയ സൗഹൃദങ്ങളോ ഉന്നത വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലൊരു വളരെ വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും പ്ലാൻ ചെയ്യുകയും നടത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പുതിയ ബിസിനസ്സിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും പദ്ധതികൾ നമ്മൾ ഇപ്പോഴും പ്ലാൻ ചെയ്ത് നടത്തിയാൽ നടന്നു കിട്ടും. ഇതെല്ലാം നമുക്ക് ഏകദേശം ഒരു ഒക്ടോബർ വരെ കൊള്ളാം. നവംബർ മുതൽ ഒരു 5 മാസം ഇതൊരു സ്ലോയിലേ പോവുള്ളൂ. അതിൻ്റെ കാരണം വ്യാഴം തൽക്കാലത്തേക്ക് എങ്ങോട്ട് 3-ലോട്ട് പോകും. പിന്നെ അങ്ങോട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു ജൂലൈ മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു വർഷം നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഗുണം വരില്ല. എന്നാൽ ഒരുപാട് കർമ്മവും അതിനനുസരിച്ചുള്ള പദ്ധതികളും നമ്മളിലേക്ക് വരും. കാരണം അതെല്ലാം ഫ്രൂട്ട്ഫുൾ ആവുന്നത് 2028 ആവുള്ളൂ. അതായത് 2028 തൊട്ട് നിങ്ങളുടെ സമയം നല്ലതാണ്. 2026-27 നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും പദ്ധതികൾ നടപ്പിലാക്കാനും അതിലൂടെ ജീവിതത്തിലേക്ക് ഭാവിയിലേക്ക് വേണ്ടുന്ന ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കൊള്ളാം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി, ഭരണി നക്ഷത്രക്കാർ വളരെയധികം ജാഗ്രത പുലർത്തിയ കാര്യങ്ങൾ ചെയ്യാവൂ. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് സാവകാശത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും വിജയം വരും. കാർത്തിക, രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ട് വലിയ ഗുണം ഇപ്പോൾ വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നാലും ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പുരോഗതി വരും. അതേസമയം മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ വളരെ നല്ല സമയമാണ് ഈ വർഷം. അത് 2026 ഇനി അങ്ങോട്ട്. 2027 ഏകദേശം ഒരു മാർച്ച് കഴിയുമ്പോൾ മുതലുള്ള ഒരു വർഷം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ജാഗ്രത പുലർത്തണം. ഭാവിയിലേക്കുള്ള പ്ലാനിങ് ചെയ്യണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ എല്ലാ നക്ഷത്രക്കാരും, അതായത് പിന്നെ മേടം, ഇടവം, മിഥുനം കൂറുകാരായ എല്ലാ നക്ഷത്രക്കാരും തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി പ്രീതി നിർബന്ധമാണ്. കാരണം ഇതിൽ ഇപ്പോൾ ഈ ഒരു 2026 ഡിസംബർ കഴിയുന്നതുവരെയും നിങ്ങളെല്ലാവരും ഗണപതി പ്രീതി വരുത്തണം. പൊതുവിൽ എല്ലാ നക്ഷത്രക്കാരും വരുത്തുന്നത് നല്ലതാണ്. കാരണം ഒരുവിധം എല്ലാവർക്കും ഇതിന് അനിഷ്ടമായി വരുന്നത് നിങ്ങളുടെ പിന്നെ 5-ാം ഭാവത്തിലോ 4-ാം ഭാവത്തിലോ ഒക്കെ വരുന്ന കേതുവാണ്. കേതു ഓജരാശിയിലായതുകൊണ്ട് ഗണപതി പ്രീതി വരുത്തിയേ മുന്നോട്ട് പോകാവൂ. അപ്പോൾ വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. മാസത്തിലൊരിക്കൽ ഒരു ഗണപതിക്കൊരു നാളികേരം ഉടക്കുകയോ അല്ലെങ്കിൽ ഗണപതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നമ്മളാൽ കഴിയുന്നൊരു വഴിപാട് ചെയ്യുകയോ ഒരു ഗണപതിയെ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ തന്നെ ആ കാര്യങ്ങളിൽ തടസ്സം നീങ്ങും. തീർച്ചയായിട്ടും ഈ പുതുവർഷം പൊതുവിൽ മേടം, ഇടവം, മിഥുനം കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വലിയ ദോഷം ചെയ്യത്തില്ല. എങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിലൊരു ചേഞ്ച് വരും, ഉടനെ വരും. അത് ഈ വരുന്ന നവംബർ തൊട്ട് അങ്ങോട്ടാണെന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കുക. ഒരു കാരണവശാലും ഊഹക്കച്ചവടങ്ങളിലോ വലിയ
മഹാഭാഗ്യങ്ങൾ പ്രതീക്ഷിച്ചുള്ള ധന ഇടപാടുകളിലോ നിങ്ങൾ ആരും പോയി ഇറങ്ങരുത്, ഈ 3 കൂറിലും പെട്ടവർ. അത് മനസ്സിൽ വെച്ചാൽ മതി. കർക്കിടകൂറ് വരുന്നത് പുണർദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പം പൂയം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലാ കാര്യങ്ങളും സ്ലോയിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യാഴ ഉച്ചനായി കർക്കിടകത്തിലേക്ക് വന്നത് വളരെ നല്ലതാണ്. 12ൽ നിന്ന് മാറി ഉച്ചനായിട്ട് വന്നു. പക്ഷേ എങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് സ്ലോ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂയം ആയില്യം നക്ഷത്രക്കാരുടെ ചാരവശാൽ 2, അതായത് നമ്മുടെ ധനം കുടുംബം വാക്ക് സ്ഥാനത്ത് നിൽക്കുന്നത് കേതുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിലായിരുന്നാലും പൊതുവിലൊരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാം. ധനപരമായിട്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്, പക്ഷേ നമുക്കത് നിലനിർത്താൻ കഴിയുന്നില്ല. അതുപോലെ ചിലവും വരും. അപ്പോൾ ചിലവുകൾ ചുരുക്കുകയും നിയന്ത്രിക്കുകയും വേണം ധനപരമായ കാര്യങ്ങളിൽ. മറ്റൊന്ന്, നമുക്കൊരു പുതിയ ധനം വരാനുള്ള ഒരുപാട് പദ്ധതികളും അവസരങ്ങളും നമ്മളെ മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ഫ്രൂട്ട്ഫുള്ളായി വരുന്നില്ല, നമുക്ക് ഗുണത്തിലേക്ക് എത്തുന്നില്ല. അതിലൊന്നും ടെൻഷൻ ആവണ്ട. കാരണം ഈ നവംബർ മുതൽ, അതായത് 2026 നവംബർ മുതൽ വ്യാഴം നിങ്ങൾക്ക് ഒന്നുകൂടി അനുകൂലമായിട്ട് 2ലേക്ക് തന്നെ വരും. അതായത് നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക്, കുടുംബസ്ഥാനത്തേക്ക്. അപ്പോൾ ഈ നവംബർ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് സമയം നല്ലതായിരിക്കും. അത് ഏകദേശം നിങ്ങൾക്ക് ഏകദേശം ഒരു അടുത്ത വർഷം വ്യാഴം മാറുന്നതും ഗുണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് നിങ്ങളെ സംബന്ധിച്ചൊരു ഏകദേശം 2028 ഒരു ഓഗസ്റ്റ് വരെയൊക്കെ സമയം നല്ലതാണ്. ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബിസിനസ്സിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും നടന്നു കിട്ടും. ഇപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന നവംബർ കഴിയുമ്പോൾ ഗുണകരമായിട്ട് വരും. തീർച്ചയായിട്ടും നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗുണം വരത്തക്ക രീതിയിൽ, അതായത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും കോടീശ്വരനാവുമെന്നൊന്നും പറയുന്നില്ല, എങ്കിലും അപ്രതീക്ഷിതമായ ചില ധനലാഭം വരാം. അതുകൊണ്ട് നവംബർ കഴിഞ്ഞ് വരാവുന്ന രീതിയിൽ ധനം വരാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അപ്രതീക്ഷിതമായ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു ലോട്ടറിയൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്കതിൽ നിങ്ങൾ കോടീശ്വരമൊന്നും ആയില്ലെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രൈസ് മണികൾ വീഴാം. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മളെ മീഡിയേറ്റർഷിപ്പ് വർക്കുകൾ, സർവീസ്, ബ്രോക്കർ, ഇതിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഒന്നുകൂടി ഉയർച്ചയുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഈ ജോബ് കൺസൾട്ടൻസി അതുപോലെയൊക്കെയുള്ള, അതായത് ഈ പിന്നെ രോഗി പരിചരണത്തിന് ആൾക്കാരെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഈ വരുന്ന നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് വളരെ നല്ല സമയമാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഏത് ജോലിയിലുള്ളവർക്കും സമയം നല്ലതാണ്. നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം, ഗുണകരമായ മാറ്റം, പ്രമോഷനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ വരാം. അതൊക്കെ ശ്രമിച്ചാൽ നടക്കും. വിദേശത്താണെങ്കിൽ ശരി, നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്ക് ശ്രമിക്കുന്നവർക്ക് ഇപ്പോഴേ പരിശ്രമിച്ചാൽ നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം ഗുണകരമാണ്. ഇതുവരെയുള്ള നിങ്ങളെ കഷ്ടദുഃഖങ്ങളെല്ലാം മാറി വരികയാണ്. മാത്രമല്ല, ഈ ഡിസംബർ കഴിയുമ്പോൾ ഈ കേതുവും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധനകാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി അരിഷ്ടത മാറിക്കിട്ടും. കാരണം അത് 2ൽ നിൽക്കുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അതൊന്ന് മാറിക്കിട്ടും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും വളരെ ഉയർച്ചയിലേക്ക് പോകാനുള്ളൊരു സമയമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ അവസരങ്ങൾ തേടി വരും. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ശ്രമിച്ചാൽ പെട്ടെന്ന് അവസരങ്ങൾ ഉണ്ടായി വരും. ജീവിതം നന്നായി വരും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കർക്കിടകക്കൂറുകാരായ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ മുതൽ അങ്ങോട്ട് സമയം നല്ലതാണ്. അതിനുവേണ്ടി ഇപ്പോഴേ പ്ലാനിങ്ങും കാര്യങ്ങളും മുന്നോട്ട് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഈ പുതുവർഷം നിങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ ചിങ്ങക്കൂറിലേക്ക് വരുമ്പോൾ അവിടെ മകം, പൂരം, ഉത്രത്തിൻ്റെ 1ാം പാദക്കാരെ സംബന്ധിച്ച് സമയം അത്ര നല്ലതല്ല. ഈ പൊതുവിൽ പുതുവർഷത്തിൽ സമയം അത്ര നന്നല്ലാത്ത ഒരു കൂറുകാരാണ് ഈ മകവും പൂരവും ഒക്കെ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ടും, പിന്നെ മാത്രമല്ല വ്യാഴം നിലവിൽ ഇപ്പോൾ എങ്ങനെ പറയും, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചെറിയ ശാരീരിക ക്ലേശങ്ങൾ, എല്ലാ കാര്യങ്ങളും കുറച്ച് കാലതാമസം
യാത്രകൾ കൊണ്ട് ഒരുപാട് ക്ലേശം, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിട്ടൊക്കെ പെട്ടെന്ന് ക്ലാഷ് ഉണ്ടാവുക, വഴക്കുണ്ടാവുക, ഇങ്ങനെയൊക്കെ വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയം അത്ര നന്നല്ല എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക. എല്ലാവരും അവരവരെ വഴിക്ക് വിട്ടിട്ട് നമ്മളെ കാര്യം നമ്മൾ ഒരു ദൈവാധീനം വർദ്ധിപ്പിച്ച് പ്രാർത്ഥനയോടെ ഈശ്വരാനുഗ്രഹത്തോടെ വരാൻ പോകുന്ന നല്ല കാലത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും ഗുണമായിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 12 വ്യാഴം ഇപ്പോൾ മാറും, ഉടനെ മാറും. ഈ വരുന്ന നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് വ്യാഴം ജന്മത്തിലേക്ക് വരുമ്പം ശരീരസുഖം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുക, കുറച്ചുകൂടി ഗുണകരമാകും. അത് പിന്നെ അങ്ങോട്ട് നമുക്ക് മാർച്ച് വരെ അങ്ങനെ നിന്നാലും അത് കഴിഞ്ഞ് വീണ്ടും വ്യാഴം വക്രത്തിലേക്ക് തന്നെ വരും, ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ വരും. പക്ഷേ 2027 അതായത് മാർച്ച് തൊട്ട് ജൂലൈ വരെ വീണ്ടും കുറച്ച് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ ജൂലൈ തൊട്ട് 2027 ജൂലൈ തൊട്ട് പിന്നെ ഒരു വർഷം വീണ്ടും വ്യാഴം നിങ്ങളെ അനുകൂലമായിട്ട് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പുതുവർഷം നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഈ നവംബർ മുതൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വേണ്ടുന്ന പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, സന്താന ഗുണം, സന്താനങ്ങളുടെ ഉയർച്ച കൊണ്ടുള്ള അനുഭവ ഗുണം, അതിൻ്റെ സന്തോഷം എല്ലാം വന്നു ചേരും. ഹെൽത്ത് വൈസ് മാത്രം വളരെ ശ്രദ്ധ പുലർത്തണം. ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ പോലും അത് പിന്നത്തേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി വയ്ക്കാതെ നമ്മൾ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈശ്വരാധീനത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും സാക്ഷാൽ മൂകാംബിക ദേവി അനുഗ്രഹിക്കും. കാരണം ഈ ചിങ്ങക്കൂറിനൊരു പ്രത്യേകതയുള്ളത്, സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു കൂറുകാരാണവർ, ഈ മകം പൂരംകാരെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ചെറുതായിട്ട് നിങ്ങൾ ദേവിയെ ഒന്ന് ആശ്രയിച്ചാൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് മൂകാംബിക ദേവി അനുഗ്രഹം തരും. ഇനി അടുത്തത് ഉത്രം 1-ാം പാദക്കാർക്കും ഈ പറഞ്ഞ പോലെയാണ്. അത്ര സമയം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉത്രത്തിൻ്റെ മുക്കാലും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്നിക്കൂറിലാണ്. കാരണം ഇപ്പോൾ ജ്യോതിഷമൊക്കെ സ്ഥിരം കേട്ടും പറഞ്ഞ് കോറും നമ്മുടെ രാശിയൊക്കെ നമുക്ക് ഒരുവിധം എല്ലാ ഫോളോവേഴ്സിനും അറിയാം. അപ്പോൾ കന്നിക്കൂറിൽ നിൽക്കുന്ന ഉത്രത്തിന്, കന്നിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ ഉത്രം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 1-2 പാദമാണ്. വളരെ നല്ല സമയമാണ്. ചിത്തിരയുടെ 3-ഉം 4-ഉം വരുന്ന കന്നിക്കൂർ കഴിഞ്ഞുള്ള, അതായത് തുലാക്കൂറുകാർക്കും നല്ലതാണ് ചിത്തിരയ്ക്ക്. അപ്പോൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്കല്ല ഇപ്പോൾ സമയം നല്ലതാണ്. അതായത് കന്നിക്കൂറിൽ നിൽക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം. കാരണം നമ്മളുടെ റിലേഷൻഷിപ്പുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാവൂ. കാരണം നമ്മളെ സഹായിക്കാനെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മളോട് വളരെയധികം പ്ലേസിംഗ് ആയിട്ട് വന്നെത്തുന്ന ഒരുപാട് സൗഹൃദങ്ങൾ വരും. അതുപോലെ തന്നെ സൗഹൃദം, പ്രണയം, നമ്മുടെ പിന്നെ സഹപ്രവർത്തകർ, ഇവരിലൂടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ജാഗ്രത പുലർത്തണം നമ്മുടെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും. കാരണം നമ്മുടെ കണ്ടകശനി സമയം കൂടിയാണ് ഉത്രം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിക്കാരെ സംബന്ധിച്ച്. മറ്റൊന്ന്, അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ധനപരമായിട്ടും മറ്റ് പല കാര്യങ്ങളിലും ഗുണം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം 11-ൽ ഉച്ചനായിട്ട് വ്യാഴം നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും ഇത് നിലനിർത്താൻ കൂടെ പഠിക്കണം. അതല്ലെങ്കിൽ അത് വന്നതുപോലെ നഷ്ടപ്പെടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന നവംബർ മുതൽ നിങ്ങൾക്ക് 12-ലേക്ക് വ്യാഴം പിന്നെ നമ്മുടെ 12-ലേക്ക് വരാൻ പോവുകയാണ് ഈ നവംബർ തൊട്ട്. അപ്പോൾ നവംബർ തൊട്ട് അങ്ങോട്ടുള്ള 5 മാസം ധനകാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം ഈ 5 മാസം നമ്മൾ ഒരു കാര്യത്തിലും ധനം മുടക്കിയുള്ള ഒരു കാര്യങ്ങളിലും വലിയ പിന്നെ ഇടപാടുകൾ നടത്തുകയോ അല്ലെങ്കിൽ ധനപരമായ വലിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾക്ക് വാഹനം, വീട് ഇതൊക്കെ വാങ്ങാനും മറ്റുമൊക്കെ ഇപ്പോൾ സമയം നല്ലതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, അപകടങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാവുന്ന സമയമാണ്. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. സമയം നല്ലതാണ്. പുതുവർഷം പൊതുവിൽ ഉത്രം, അത്തം,
ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ ധനപരമായിട്ടും ഭൗതികമായിട്ടുമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ആരോഗ്യപരമായിട്ടും ആത്മീയപരമായിട്ടും നമ്മൾ ഒന്നുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിലെല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട്, താമ്പാതി ദൈവംപാതി എന്നാണ്. നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പം ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊണ്ടുവരും. അത് നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കുക തന്നെ വേണം. ദൈവം ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, നമുക്ക് അവസരങ്ങൾ മാത്രമേ തരികയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ഈ പുതുവർഷം നല്ലതാണ്, വിജയിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോതിയും വിശാഖവും അത്തം കഴിഞ്ഞാൽ ചിത്തിര പകുതി വരെയാണ് കന്നിക്കൂറിൽ വരുന്നത്. തുലാക്കൂറിൽ വരുമ്പം ചിത്തിര പകുതിയും ചോതിയും വിശാഖവുമാണ്. വിശാഖത്തിൻ്റെ മുക്കാലും അവിടെയാണ്. അപ്പം ചോതി വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും അധികം ജീവിതത്തിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് നമുക്ക് വന്നിരുന്ന പിന്നെ ഗുണങ്ങളെല്ലാം പ്രയോജനത്തിലേക്ക്, അതായത് ഒരുപാട് അവസരങ്ങൾ വന്നിട്ട് അതെല്ലാം പ്രയോജനത്തിലേക്ക് വരുന്നൊരു കാലം. വിദേശയോഗം, നല്ല ജോലിയിൽ മാറ്റം, ജീവിതത്തിൽ നമ്മൾ വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സമയം. അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ കരിയർ വൈസും മറ്റുമൊക്കെ വളരെ ചേഞ്ച് വരുന്നൊരു സമയമാണ്. അത് ഇപ്പോഴും നിങ്ങൾ നടത്തിയാൽ അത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ധനം, ഇപ്പോൾ ധനം വരാനുള്ള അവസരങ്ങൾ വരും, അത് ഉപയോഗിക്കുകയും ധനം നിലനിർത്തുകയും ചെയ്യണം. ആരെയും ധനപരമായിട്ട് സഹായിക്കരുത്. കാരണം ഈ ചോതി വിശാഖം നക്ഷത്രക്കാർക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം വേറൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരെ കൈയച്ച് സഹായിച്ച് നമുക്ക് ഈശ്വരൻ തരുന്ന ധനം നമുക്ക് നിലനിൽക്കാതെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തും. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഒന്നാമത് കലികാലമാണ്, ചുറ്റുപാടുമുള്ള നല്ലൊരു ശതമാനം വ്യക്തികളും നമ്മളെ എന്താ പറയുക കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളതിന് വഴിപ്പെടരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും പുതുവർഷം നല്ലതാണ്. ജീവിതത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാം, പുതിയ പുതിയ സൗഹൃദങ്ങളും അതിലൂടെ ഗുണവും വരും, പുതിയ സ്ഥാനമാനങ്ങൾ വരും, ജീവിതത്തിൽ മൊത്തത്തിൽ ചേഞ്ച് വരുന്ന സമയമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ വളരെ കഷ്ടതയിൽ നിന്നിട്ട് ഇപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് രക്ഷപ്പെട്ടൊരു കൂറുകാരാണ് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴം തൃക്കേട്ട നക്ഷത്രവും വരുന്ന വൃശ്ചികക്കൂറുകാർ. അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ വർഷം വരെ വളരെ മൂക്കൊണ്ട് ഇക്ഷ എണ്ണ എഴുതിയെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകൾ മാറി, ജീവിതം ഒരുവിധം ഒന്ന് ഗുണകരമായി മാറ്റം വന്നു. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ, ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ച എല്ലാം വരും. കാരണം ഇപ്പം വ്യാഴം ഉച്ചനായിട്ട് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത്, ധനസ്ഥാനത്ത്, പൂർവ്വപുണ്യ സ്ഥാനത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ച പ്രാർത്ഥനകളുടെയും ദൈവാധീനത്തിൻ്റെ എല്ലാം ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഈ വരുന്ന നവംബറിൽ വ്യാഴം മാറിയാലും അത് 10ലേക്കായതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും, അത് കഴിഞ്ഞാലും ഗുണം ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഇനി വരുന്ന 3 വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. വ്യാഴം ആണ് ധനവും ഐശ്വര്യവും സന്താനഭാഗ്യം, സന്താന ഗുണം, അതുപോലെ തന്നെ ജീവിതത്തിലെ ഗുണകരമായ മാറ്റം എല്ലാം തരുന്നത്. അതെല്ലാം വരുന്ന സമയമാണത്. അതായത് ഈ പുതുവർഷത്തിൽ ഏറ്റവും അധികം നല്ല ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർ. അനിഴം, തൃക്കേട്ട, അതുപോലെ തന്നെ നമ്മുടെ വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം മാത്രം ഉൾപ്പെടുന്ന ആ രാശിക്കാരെ സംബന്ധിച്ച് സമയം നല്ലതാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളുടെ സമയത്തിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. വലിയ വലിയ സൗഹൃദങ്ങളും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന വ്യക്തിബന്ധങ്ങളും വലിയ പിന്നെ ഗുണകരമായ അവസരങ്ങളും ഭഗവാൻ തരും, അത് ഉപയോഗപ്പെടുത്തുക. ധനുക്കൂറിൻ്റെ നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1ാം പാദം. അപ്പം ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ഈ പുതുവർഷ ഫലത്തിൽ നമുക്കൊരു അല്പം
സമയം അത്ര നന്നല്ലാത്ത ഒരു നക്ഷത്രക്കാരാണ് ഇവരെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഉച്ചനാണെങ്കിൽ കൂടി അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം നിങ്ങളെ ആവശ്യത്തിന് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വ്യാഴപ്രീതി നേടി, ദാറ്റ് മീൻസ് ഇപ്പം വിഷ്ണു, കൃഷ്ണൻ എന്നീ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക, അവിടെ ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക, അതുപോലെ തന്നെ ഏത് മതക്കാരായാലും അവരവരുടേതായ പ്രാർത്ഥനകൾ പിന്തുടരുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിക്കും. നമ്മുടെ ആ പ്രാർത്ഥനകളുടെ ഫലം ദൈവാധീനം തന്നെയാണ് വ്യാഴം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവേശ്വരകാരകൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. എന്നാൽ ജീവിതത്തിൽ ഒരു രാശിയിൽപ്പെട്ടവരും കേതുപ്രീതി വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലം ആയതുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് ഈ അഷ്ടമത്തിലാണ് വ്യാഴമെങ്കിൽ 9 ഭാഗ്യസ്ഥാനത്ത് കേതുവും കൂടെ ആയതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ അടുത്ത് വന്നിട്ട് ബ്ലോക്കായി പോകും. അപ്പോൾ കേതുപ്രീതി തീർച്ചയായിട്ടും നടത്തണം. എങ്ങനെ? ഗണപതിക്ക് മാസത്തിലൊരു നാളികേരം ഉടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം ചെയ്യുകയോ ചെയ്ത് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. കാരണം ഈ വരുന്ന ഡിസംബർ ആകുമ്പോൾ കേതുവിൻ്റെ ആ ഒരു അനിഷ്ടം മാറിക്കിട്ടും. അതുവരെയും അങ്ങനെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ജാതകത്തിൽ കേതു അനുകൂലമാണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ഇനി നമുക്കിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ പദ്ധതികളൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥയിൽ പോവുക, ജോലി മാറരുത്. പരീക്ഷകൾക്കൊക്കെ കഠിനമായി പ്രയത്നിക്കുകയും നല്ല അധ്വാനിച്ചാലേ പരീക്ഷ പാസ്സാവുകയുള്ളൂ. ജോലികളൊക്കെ അവസരങ്ങൾ അടുത്തെത്തി നഷ്ടപ്പെടുമ്പം വിഷമിക്കേണ്ട. ഈ വരുന്ന നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് സമയം നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോഴേ പ്ലാനിങ്ങും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നവംബർ തൊട്ട് വ്യാഴം അപ്പോഴേ ഒന്നുകൂടി മുന്നോട്ട് പോകും. അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് പോകും. ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ നവംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് സമയം നല്ലതാണ്. അടുത്ത വർഷം വ്യാഴമാറ്റം നല്ലതുമായിരിക്കും. കാരണം ഭാഗ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇന്നത്തെ കഷ്ടതകളെല്ലാം മാറും. അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പം പ്ലാനിങ് മാത്രം നടത്തുക. ബിസിനസ്സിലായിരുന്നാലും നമ്മൾ നവംബർ കഴിഞ്ഞിട്ടേ പുതിയ കാര്യങ്ങൾ ചെയ്യാവൂ. അതുപോലെ തന്നെ നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഉയർച്ചയ്ക്കും കർമ്മത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ ഉള്ള പ്ലാനിങ്ങുകളും കരുക്കളും നീക്കി വയ്ക്കുക. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഒപ്പം നിൽക്കുന്നവരും സഹകരിക്കുന്നവരുമായ വിശ്വസ്തരെ എല്ലാം ഒന്ന് വാച്ച് ചെയ്യണം. കാരണം അവരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തണം. അവരിലൂടെ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വമായ സ്വത്തോ കാര്യങ്ങളോ കിട്ടാനുള്ളതിന് കുറേ ഡിലേ വരാം. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാൻ കുറച്ച് കാലതാമസം വരാം. അതുപോലെ തന്നെ സന്താനഭാഗ്യത്തിന് കുറച്ച് കാലതാമസം വരികയോ ഒക്കെ വരാം. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ മൊത്തത്തിലൊരു ശ്രദ്ധയും ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു നിരീക്ഷണവും പിന്നെ എല്ലാ രീതിയിലും നമ്മൾ സംയമനവും പുലർത്തേണ്ട കാലമാണ്. സംയമനം മീൻസ് ഇപ്പം നമ്മുടെ സമയം അത്ര നന്നല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക. കുടുംബത്തിലായിരുന്നാലും വെളിയിലായിരുന്നാലും വ്യക്തിബന്ധങ്ങളിൽ വളരെ ഒരു ഈശ്വരാധീനത്തോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ പറഞ്ഞു ഇത് മൂലം പൂരാടം നക്ഷത്രക്കാരെയും ഉത്രാടത്തിൻ്റെ 1-ാം പാദമേ പറഞ്ഞോളൂ. പക്ഷേ ഉത്രാടത്തിൻ്റെ 3/4 പങ്കും വരുന്നത് ധനു കഴിഞ്ഞ് വരുന്ന മകരക്കൂറിലാണ്. ഒപ്പം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1ഉം 2ഉം പാദം വരുന്ന മകരക്കൂറുകാർക്ക് സമയം നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ കാലത്ത് അഷ്ടമത്തിൽ നിന്ന 6ൽ നിന്ന വ്യാഴം ഇപ്പോൾ അവർക്ക് 7ൽ നിവൃത്തി സ്ഥാനത്ത് ഉച്ചനായിട്ട് ബലവാനായിട്ട് സർവ്വ രീതിയിലും അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. വിവാഹം നടക്കും, ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ നടക്കും, ധാരാളം സൗഹൃദങ്ങളിലൂടെ ഗുണം വരും, ജോലിയിൽ മാറ്റം വരും, ടോട്ടലി എല്ലാ രീതിയിലും മാറ്റം വരുന്നൊരു സമയമാണ്. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ സമയം അല്ലെങ്കിൽ ഗുണകരമായ മാറ്റം ഇത് നിങ്ങൾക്ക് ഈ വരുന്ന നവംബർ വരെ നിലനിൽക്കുള്ളൂ. നവംബർ കഴിയുമ്പോൾ വ്യാഴം ഒന്നുകൂടെ മുന്നോട്ട് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമത്തിലേക്കാണ് പോകുന്നത്. അപ്പം നവംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് ഒരു 5 മാസം അത്ര നല്ലതല്ല. വീണ്ടും വ്യാഴം വക്രസ്ഥിതിയിലേക്ക് വരുമ്പോൾ
നമുക്ക് വീണ്ടും സമയം നല്ലതായിരിക്കും. പക്ഷേ അടുത്ത വർഷം 2027 ഒരു ജൂലൈ കഴിയുമ്പോൾ വ്യാഴമാറ്റമുണ്ട്. ആ വ്യാഴമാറ്റം പിന്നെ ഒരു വർഷം നല്ലതുമല്ല. അപ്പം നമുക്ക് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തെറുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നല്ല കാലങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അന്ന് നമ്മൾ വേണ്ടതുപോലെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഗുണകരമാക്കി എടുത്താൽ ലൈഫിൽ പിന്നീടുള്ള കാലത്ത് കഷ്ടത വരത്തില്ല. ധനം അമിതമായിട്ട് നമ്മൾ ചിലവഴിച്ച് നഷ്ടം വരുത്തരുത്. ധനത്തിന് വളരെയധികം മൂല്യമുള്ളൊരു കാലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എന്ത് മാറ്റങ്ങൾ വരുന്നതും കൃത്യമായിട്ടും നമ്മുടെ ജാതകാൽ കൂടി സമയം നോക്കി മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. കാരണം തീരുമാന വൈകല്യം വരുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ശനിദോഷം ഇല്ലാത്തതുകൊണ്ട് വലിയ ദോഷങ്ങൾ വരില്ല. എങ്കിലും സമയം അത്ര അതായത് ധനപരമായിട്ടും ജീവിതത്തിൽ ഇപ്പം നിലവിൽ സമയം നല്ലതാണ്. പക്ഷേ നവംബർ മുതൽ അങ്ങോട്ട് സമയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നവംബറിന് ശേഷം എന്ത് കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധ പുലർത്തണം. ഇനി അവിട്ടത്തിൻ്റെ അവസാന 2 പാദക്കാർ, അതായത് 3, 4 പാദക്കാർ, ചതയം, പൂരിട്ടാതി, മുക്കാലും വരുന്ന അവിട്ടം, ചതയം, പൂരിട്ടാതിക്കാരെ സംബന്ധിച്ച് കുംഭക്കൂറിലാണ് ഉള്ളവർക്ക് 6-ലാണെങ്കിലും വ്യാഴ ഉച്ചനായതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഒരുപാട് അവസരങ്ങൾ വരും. അത് നേർവഴിക്കുള്ളത് മാത്രം ആവണമെന്നില്ല. നമ്മൾ പറയില്ലേ, ഈ അവിഹിതമോ അല്ലെങ്കിൽ അനിഷ്ടമായ മാർഗങ്ങളിലൂടെ ധനവും ഐശ്വര്യവും ഭാഗ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയം, അതുപോലെ വലിയ വലിയ ബിസിനസ്, അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ ഉന്നതിയിലൊക്കെ ഇരിക്കുന്നവർക്ക് അത്തരത്തിൽ ധനസമ്പാദനത്തിനൊക്കെ ഉള്ള വഴികൾ തെളിഞ്ഞു വരും. അത് വളരെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ര ശനി തീർന്നിട്ടില്ല, ഈ വരുന്ന ഡിസംബറിലേ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകാവൂ. എന്നാൽ പൊതുവിൽ നിങ്ങൾക്ക് സമയം നല്ലതുമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴം ഇപ്പോൾ 6 ഉച്ചനായതുകൊണ്ടാണ്. വ്യാഴം ഇനിയിപ്പോൾ അടുത്ത മാറാൻ പോകുന്നത് നിവൃത്തി സ്ഥാനം 7ലേക്ക് ഈ വരുന്ന നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് സമയം നല്ല. നവംബർ വരെ ശ്രദ്ധ പുലർത്തണം. നവംബർ കഴിയുമ്പോൾ പിന്നെ ധനപരമായിട്ടും ജീവിതത്തിലും വളരെ വലിയ മാറ്റം വരും തീർച്ചയായിട്ടും. പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ദൈവാധീനം നമ്മൾ വർദ്ധിപ്പിച്ച് പോകുന്നൊരു കൂറുകാരാണ് ഇപ്പോൾ, പ്രത്യേകിച്ചും കുംഭക്കൂറുകാർ. അതായത് അവിട്ടം, ചതയം, പൂരിട്ടാതിക്കാരെ സംബന്ധിച്ച് ഇപ്പം നല്ല പ്രാർത്ഥനയും ദൈവാധീനവും, നമുക്ക് ഇന്നലകളിലുണ്ടായിരുന്ന ഒരുപാട് അനിഷ്ടങ്ങളെക്കുറിച്ചുള്ള വിഷമസന്ധികൾ മറികടന്നത് കൊണ്ട് അതിൻ്റേതായ സംയമനവും നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യണം. ദൈവാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ്. വരുമ്പോഴും ഇന്നത്തെ ഒരു വിനയവും സ്നേഹവും ഈശ്വരാധീനവും ആ പ്രപഞ്ചശക്തിയോടുള്ള ഒരു എന്താ പറയുക, നന്ദിയോടുകൂടി മാത്രം മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദി പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. ജീവിതം വിജയിക്കും. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സമയം നല്ലതാണ്. പുതുവർഷത്തെ പറ്റി പ്രത്യേകിച്ച് പറയാനില്ല. ഈ നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് 1.5 വർഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ നവംബറിന് മുമ്പ് എല്ലാം പ്ലാൻ ചെയ്യുക. നവംബർ കഴിയുമ്പം രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ഥാനമാനങ്ങൾ ഉയർച്ചയും വരും. അതുപോലെ തന്നെ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. കുടുംബ സ്വത്തുക്കൾ കൈവരും. അപ്രതീക്ഷിതമായി ധനം, പിന്നെ വാഹനം, അതുപോലെ തന്നെ ഭൂസ്വത്ത്, വീട്, ഇതെല്ലാം വന്നെത്തും. ഇനി അവസാന കൂറുകാരായിട്ടുള്ള മീനക്കൂറിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മീനക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലത്തെ കഷ്ടതകൾ നീങ്ങി ഇപ്പം വ്യാഴം 5-ൽ നിങ്ങളെ അതായത് ദൈവാധീന സ്ഥാനത്ത് വന്നുകൊണ്ട് സഹായിക്കുകയും ധനവും ഐശ്വര്യവും ഒക്കെ വന്നു തുടങ്ങി നിങ്ങളെ കഷ്ടതകൾ നീങ്ങി തുടങ്ങിയ സമയമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പഴയ കാലത്തിൽ നിന്നുള്ള ഏതെങ്കിലും പിന്നെ കേസോ വഴക്കോ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അതായത് ദൈവാധീനത്തോടെ അത് സെറ്റിൽ ചെയ്ത് അങ്ങ് ഒഴിവാക്കണം. കാരണം കേസ്, വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കടുംപിടുത്തമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കഠിനമായ പരീക്ഷണം വരാവുന്നൊരു സമയമാണ്. അതായത് ഈ വരുന്ന നവംബറൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ ഫേസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾക്കെതിരെ തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ജോലിയിലും മറ്റുള്ള കാര്യങ്ങളും വന്ന ഗുണം നിങ്ങൾ നിലനിർത്താൻ പറ്റും. അത് നവംബർ വരെയും നിൽക്കും. നവംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടി വരും. നവംബർ മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഏകദേശം ഒരു
മെയ് വരെയും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒരു വർഷത്തേക്കും വ്യാഴം നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതായത് ദൈവാധീനം മറയുമെന്നർത്ഥം. ആ സമയത്ത് തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിപ്പിച്ചും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും പോകണം. മീനക്കൂറുകാരായ പൂരട്ടാതിയുടെ അവസാന പാദം, അതുപോലെ തന്നെ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ സമയം നല്ലതാണ് ഈ നവംബർ വരെ. അത് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധ പുലർത്തിയേ പറ്റൂ എല്ലാ കാര്യങ്ങളിലും. അതായത് ജോലിയിൽ മാറ്റത്തിലായിരുന്നാലും, അതായത് നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് അതനുസരിച്ച് സമയം അനുകൂലമായാലേ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. അല്ലെങ്കിൽ തീരുമാന വൈകല്യം വരും, ജീവിതത്തിൽ വലിയ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. അതിന് നമ്മൾ എപ്പോഴും ഏത് പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്നത് താമ്പാതി ദൈവംപാതി എന്ന് പറയുന്നത് ഈശ്വരൻ തരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന മറ്റുള്ളവരാൽ പറഞ്ഞു കിട്ടുന്ന ഉപദേശങ്ങളും പിന്നെ ദൈവാധീനവും വർദ്ധിപ്പിച്ച് നമുക്ക് സംയമനത്തോടെയും ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ എടുത്ത് മാത്രമേ ഏത് കാര്യങ്ങളും തീരുമാനം എടുത്ത് മുന്നോട്ട് പോകൂ. അങ്ങനെ പോയാൽ ജീവിതം വിജയിക്കും. നവംബർ വരെ കുഴപ്പമില്ല. പുതുവർഷം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ധനപരമായ കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ല. നവംബർ കഴിയുമ്പം ധനപരമായ കാര്യങ്ങൾ ഒരുപാട് പാളിച്ചകൾ വരാം. ആരെയും സഹായിക്കാൻ പോകരുത്. വലിയ ധന ഇടപാടുകളിൽ പോയി നിൽക്കരുത്. സ്ഥാനമാനങ്ങളിൽ ചലനം വരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ വലിയ പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ അതെല്ലാം മാറിക്കിട്ടും. അതായത് തീർച്ചയായിട്ടും ഈ നവംബർ തൊട്ടങ്ങോട്ട് നിങ്ങൾക്ക് പുതുവർഷം കൊള്ളാമെങ്കിൽ നവംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് ഒരു വർഷം വളരെ ശ്രദ്ധിക്കേണ്ടവരാണ്. തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാം ഭഗവാൻ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും കഴിയുന്നതും മെസ്സേജ് ഇടുന്നതായിരിക്കും നല്ലത്. വാട്സപ്പിൽ ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടികൾ തന്നോളാം. നമുക്ക് ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് ഒരു കുടുംബമായി നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഹരേ കൃഷ്ണ. പുതുവർഷം എല്ലാവർക്കും നന്നാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. ഹരേ കൃഷ്ണ.